കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ഉന്നത തലത്തിൽ ലൈംഗിക അതിക്രമത്തിന്റെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിലവിലെ ചീഫ് സെക്രട്ടറിയുടെ പദവി വഹിക്കുന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ A ജയതിലകിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡനം, ലൈംഗിക വൈകൃതങ്ങൾ, അഴിമതി, ഛത്തീസ്ഗഡിലെ പോക്സോ കേസ് എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ 2 വർഷത്തിലധികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടപടിയെടുക്കാതെ പൂഴ്ത്തിവെച്ചിരിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു. ഉന്നത ഭരണത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്രയും അധികം ഗൗരവകരമായ കുറ്റകൃത്യങ്ങൾ അടങ്ങിയ രേഖകൾ ലഭിച്ചിട്ടും സംസ്ഥാനത്തെ ഭരണത്തലവന്റെ ഓഫീസിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നത് ഉദ്യോഗസ്ഥൻ ഭരണകൂടത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന വിമർശനത്തിനും ആക്കം കൂട്ടുന്നു. ഈ വിവാദം ഇടതുപക്ഷ സർക്കാരിന്റെ സുതാര്യതയും സ്ത്രീ സുരക്ഷാ പ്രതിബദ്ധതയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നു. 2 വർഷം മുമ്പാണ് ജയതിലകിനെതിരെ പീഡനവും ലൈംഗിക വൈകൃതവും ആരോപിച്ച് യുവതി പരാതി നൽകുന്നത്. ഈ സമയത്ത് ഡോക്ടർ A ജയതിലക് ധനവകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. പരാതിക്കാരുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ചൂഷണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് താൻ. ഉദ്യോഗസ്ഥന്റെ ലൈംഗിക വൈകൃതങ്ങൾ സഹിക്കാനാവാതെയാണ് അവർക്ക് പരാതി നൽകേണ്ടി വന്നത്. ഇത്രയും ഗൗരവകരമായ ലൈംഗിക ചൂഷണ ആരോപണം ഉണ്ടായിട്ടും പരാതി ലഭിച്ച ഉടൻ FIR രജിസ്റ്റർ ചെയ്യാനോ ഒരു പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്താനോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറായിട്ടില്ല. ഈ നിഷ്ക്രിയത്വം പരാതി പൂഴ്ത്തിവെക്കാനുള്ള ബോധപൂർവമായ ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. ജയതിലകിനെതിരെയുള്ള പരാതികൾ നടപടിയെടുക്കാതെ കിടക്കുമ്പോഴും ഈ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകി ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിച്ചുവെന്നതും വിവാദമായി. ഇടത് സർവീസ് സംഘടനകൾ അടക്കം ജയതിലകിന് സ്ഥാനക്കയറ്റം നൽകരുതെന്ന് ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി ആ ആവശ്യം ഗൗനിച്ചില്ല. ഡോക്ടർ ജയതിലകിനെതിരായ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് മാസങ്ങൾക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാരും സെക്രട്ടേറിയറ്റ് സംരക്ഷണ സമിതിയും മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയിരുന്നു. ഉന്നത ഭരണതലത്തിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാതികൾ ലഭിച്ചിട്ടും ഭരണകൂടം കണ്ണടയ്ക്കുന്നുവെന്ന ആക്ഷേപം ഈ നിവേദനത്തിലൂടെ അവർ ഉന്നയിച്ചു. എന്നിട്ടും അന്വേഷണം നടത്താനോ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല എന്നത് ഈ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നു. ഈ ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് കീഴ്ജീവനക്കാരായ വനിതാ ഉദ്യോഗസ്ഥരെ നിരന്തരം വേട്ടയാടുകയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നതാണ് അതിജീവിതമാരും സർവീസ് സംഘടനകളും നൽകിയ പരാതികളിലെ പ്രധാന ആരോപണം. ഒരു യുവതിയുടെ പരാതിക്ക് പുറമെ നിരവധി വനിതാ ഉദ്യോഗസ്ഥരുടെ പരാതികളും ജയതിലകിനെതിരെ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. സർവീസ് സംഘടനകൾ നൽകിയ അനവധി പരാതികൾ ഉണ്ടായിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് വനിതാ ജീവനക്കാരെ വിളിച്ചു വരുത്തി അപമര്യാദയായി പെരുമാറുന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കീഴുദ്യോഗസ്ഥർക്ക് അശ്ലീല മെസ്സേജുകൾ നിരന്തരം അയക്കുക, ലൈംഗിക ചുവയോടുകൂടിയ സന്ദേശങ്ങൾ അയക്കുക എന്നിവയെല്ലാം ജയതിലകിന്റെ ലീലാവിലാസങ്ങളിൽ ഉൾപ്പെടുന്നു. വിവാഹമോചിതരായ വനിതകളെ തിരഞ്ഞുപിടിച്ച സന്ദേശങ്ങൾ അയക്കുന്ന ശീലം ഈ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഈ അശ്ലീല സന്ദേശങ്ങൾ നമ്പർ മാറി എത്തിയതോടെയാണ് ഉദ്യോഗസ്ഥന്റെ ഈ പ്രവർത്തികൾ പുറം ലോകം അറിയുന്നത്. ജയതിലകിന് ഒത്താശ ചെയ്യുന്ന ഒരു HPA ആയ വനിതാ ജീവനക്കാരിയെക്കുറിച്ചും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ജയതിലക് പോകുന്ന വകുപ്പുകളിലും പദവികളിലും ഈ വനിതയെല്ലാം ഒപ്പം കൂട്ടുന്നുണ്ടെന്നും ഇവർ ഉദ്യോഗസ്ഥന് വേണ്ടി വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഇടതു സർവീസ് സംഘടനകൾ അടക്കം ചൂണ്ടിക്കാട്ടുന്നു. ലൈംഗിക ചൂഷണം, അധികാര ദുർവിനിയോഗം എന്നീ ആരോപണങ്ങൾ കൂടാതെ ഡോക്ടർ A ജയതിലകിനെതിരായ പരാതിയിൽ കൂടുതൽ ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഉദ്യോഗസ്ഥനെതിരെ ഛത്തീസ്ഗഡിൽ പോക്സോ കേസ് നിലവിലുണ്ട്. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട പീഡന പരാതിയാണിത്. ഈ കേസ് ഒത്തുതീർപ്പാക്കിയതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മുൻ ഭാര്യ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടും അതും പരിഗണിച്ചില്ല. ഉദ്യോഗസ്ഥന്റെ ലൈംഗിക വൈകൃതങ്ങൾ സഹിക്കാനാവാതെ വിവാഹമോചനം നേടിയ ആദ്യ ഭാര്യ കുട്ടികളുടെ കസ്റ്റഡിക്കായി കുടുംബ കോടതിയിൽ നൽകിയ പെറ്റീഷനിൽ ഉന്നയിച്ച കാര്യങ്ങളാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. ഭർത്താവ് കൊച്ചുകുട്ടികളെ വരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതായും കോടതി രേഖകളിൽ അവർ പരാമർശിച്ചു. കൂടാതെ ഛത്തീസ്ഗഡിൽ ഇയാൾക്കെതിരെയുള്ള പോക്സോ കേസ് ഒത്തുതീർപ്പാക്കിയതിനെക്കുറിച്ചും പെറ്റീഷനിൽ പറയുന്നുണ്ടെന്നാണ് പരാതിക്കാരി വെളിപ്പെടുത്തുന്നത്. ഈ വിവരങ്ങൾ ഉദ്യോഗസ്ഥന്റെ സ്വഭാവ വൈകൃതങ്ങളെക്കുറിച്ച് ഭരണകൂടത്തിന് പൂർണ്ണമായ അറിവുണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ്. വിവാഹേതര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾ, കോടികളുടെ അഴിമതി, മാഫിയ ബന്ധം എന്നിവയും ഈ ഉദ്യോഗസ്ഥനെതിരായി പരാതികളിൽ വ്യക്തമാക്കുന്നു. ഒരു ഉന്നത IAS ഉദ്യോഗസ്ഥനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടപടിയെടുക്കാതെ പൂഴ്ത്തിവെക്കുന്നത് സർക്കാരിന്റെ ധാർമ്മിക നിലപാടുകളെ ചോദ്യം ചെയ്യുന്നു. സ്ത്രീപീഡകനായ ചീഫ് സെക്രട്ടറി ജയതിലകിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രനും പരസ്യമായി ആരോപിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർക്കെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിക്കുമ്പോൾ തന്നെ സ്വന്തം ഭരണത്തിന്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥനെതിരായ ആരോപണങ്ങൾ അവഗണിക്കുന്നത് ഇടത് സർക്കാരിന്റെ ഇരട്ടത്താപ്പായി വിമർശിക്കപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇടത് MLA-മാരിലും മന്ത്രിമാരിലും പീഡന ആരോപണത്തിൽ കുടുങ്ങിയവരുണ്ടെന്നും മന്ത്രിസഭയിൽ പൂച്ചക്കുട്ടികളെ വളർത്തുന്ന വൈകല്യമുള്ളവരുണ്ട് എന്നുമുള്ള സോഷ്യൽ മീഡിയ ആരോപണങ്ങളും ശക്തമാണ്. ഇതിനൊപ്പം PT കുഞ്ഞുമുഹമ്മദിനെതിരായ പീഡന പരാതിയിൽ നടപടിയെടുക്കാതെ മുക്കലുണ്ടാക്കിയെന്ന ആരോപണവും നിലനിൽക്കുന്നു. അധികാരം, ലൈംഗിക വൈകൃതം, അഴിമതി എന്നിവയെല്ലാം ആരോപിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ 2 വർഷമായി നടപടിയെടുക്കാതെ പരാതി പൂഴ്ത്തിവെച്ചത് കേരളത്തിലെ ഭരണതലത്തിൽ നിലനിൽക്കുന്ന അധികാര ദുർവിനിയോഗത്തെയാണ് തുറന്നു കാട്ടുന്നത്.
ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയത്തിൽ സത്യസന്ധവും നീതിയുക്തവുമായ ഒരു അന്വേഷണം നടത്താൻ സർക്കാർ ഉടൻ തയ്യാറാകുമോ എന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരം നൽകുമോ എന്നതുമാണ് ഇനി പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്.